എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ തിയറി പാർട്ടുകൾ ഏകദേശം നമുക്ക് തീർന്നു. ഇനി ഗ്രാഫുകൾ വരച്ചതിന് ശേഷം അതിനകത്ത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിക്കലി കൂടി ഡിറൈവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ തിയറി പാർട്ട് നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പോൾ നമ്മളിനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഗ്രാഫുകളെ കുറിച്ചാണ്. ഗ്രാഫുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഗ്രാഫുകളുടെ ഒരു വീഡിയോ ഉണ്ട്, അതെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിനകത്ത് ആദ്യമേ നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത് ഒന്ന് യൂണിഫോം മോഷൻ. ഈ യൂണിഫോം മോഷൻ നടത്തുന്ന ബോഡികളുടെ ഗ്രാഫുകൾ ഏതൊക്കെയായിരിക്കണം? യൂണിഫോം മോഷൻ മീൻസ് വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ്. ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അവന് രണ്ട് ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഗ്രാഫുകൾ വരയ്ക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം, അവൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫും വരയ്ക്കാം. രണ്ട് ഗ്രാഫുകളാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഒന്ന് പൊസിഷൻ ടൈം, രണ്ടാമത്തത് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫും നമുക്ക് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനുള്ള. വെലോസിറ്റി വി റിമെയിൻസ് എ കോൺസ്റ്റന്റ് വെൻ ടൈം ചേഞ്ചസ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. Therefore, graph is a straight line which is parallel to time axis. എന്നാൽ കറസ്പോണ്ടിങ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കണം? പൊസിഷൻ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം യൂണിഫോം മോഷൻ നടക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടൈം. എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. Therefore, ഗ്രാഫ് ബിറ്റ്വീൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ഇതിന്റെ പൊസിഷന് നമ്മൾ പറയുന്ന പേരാണ് ഇനിഷ്യൽ പൊസിഷൻ. ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ചേഞ്ച്ഡ് ടു xt. ഇനിഷ്യലി ടൈം 0 ആയിരിക്കുന്ന സമയത്ത് അവന്റെ പൊസിഷൻ x0. അവന്റെ പൊസിഷൻ ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് അവന്റെ പൊസിഷൻ xt ആയിട്ട് മാറും. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കേട്ടോ? വാട്ട് ഈസ് സ്ലോപ്പ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇതാണ് തീറ്റ. വാട്ട് ഈസ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് സൈഡ് എന്ന് പറയുന്നത് xt മൈനസ് x0. xt മൈനസ് x0 ഡിവൈഡഡ് ബൈ ടി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി. Therefore, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. വെലോസിറ്റി ടൈം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി. ഇതുപോലെ ഇവിടെ നമ്മൾ ഇതിന്റെ ഏരിയ എടുത്തു നോക്കുക. എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഏരിയ ഓഫ് ദിസ് ഗ്രാഫ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് ഈക്വൽ ടു vt. വാട്ട് ഈസ് vt? ദാറ്റ് ഈസ് ഈക്വൽ ടു s. അതിന്റെ അർത്ഥം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത് വെലോസിറ്റി. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. ഇനി ഒരു കാര്യം കൂടി ഇതാണെന്ന് മനസ്സിലാക്കുക. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, എന്നാൽ അല്പം ദൂരെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ x0. ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് അവന്റെ പൊസിഷൻ ഇതായിട്ട് മാറി. ഇതിനെ x ഓഫ് t എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇപ്പൊ ഞാനാണ് ഒബ്സർവർ എന്ന് കരുതുക. ഞാനാണ് ഒബ്സർവർ. ഒരാൾ എന്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതാണ് ഗ്രാഫ്. എന്നാൽ ഞാൻ ഒബ്സർവർ, ഒരാൾ കുറച്ച് ദൂരെ നിൽക്കുകയാണ്, 5 മീറ്റർ ദൂരെ നിൽക്കുകയാണെങ്കിൽ ആ 5 മീറ്റർ ദൂരെ നിന്നിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അവന്റെ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ദിസ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് വിത്ത് ദ ബോഡി സ്റ്റാർട്ട് ഫ്രം ദ ഒബ്സർവർ. ദിസ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് വിത്ത് ദ ബോഡി സ്റ്റാർട്ട് ഫ്രം അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സർവർ. ഒബ്സർവറിൽ നിന്ന് അല്പം ദൂരെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. 11th. ഇനി അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോ യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി നമ്മൾ അടുത്തത് രണ്ടാമത്തത് വരെ പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ നടക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ റിമെയിൻസ് എ കോൺസ്റ്റന്റ്.
ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡിയുടെ 3 ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. കാരണം ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റിക്ക് വ്യത്യാസം വരും. വെലോസിറ്റി ഉണ്ടെങ്കിൽ അവന്റെ പൊസിഷനും മാറും. അപ്പോൾ അവന് 3 ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ടാമത്തത് അവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. മൂന്നാമത്തത് അവന്റെ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. എ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അവന്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കണം? വെലോസിറ്റി v is equal to u plus at. ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത്. u0 ആണെങ്കിൽ v is equal to at. അതിന്റെ അർത്ഥം v is directly proportional to t. Therefore graph is a straight line. ഇങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം ആക്സലറേഷൻ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. u0 ആണെങ്കിൽ, u0 അല്ലെങ്കിലും, u0 ആണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനിഷ്യലി വെലോസിറ്റി ഉണ്ടെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ പോകും. u ഉണ്ടെങ്കിൽ 0 വെലോസിറ്റി ആണെങ്കിൽ ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് പാർട്ടിക്കിൾ ഇവിടെ എത്തിച്ചേരുന്നു. ആ സമയത്ത് അവന്റെ ഫൈനൽ വെലോസിറ്റി v, ഇനിഷ്യൽ വെലോസിറ്റി 0, ടൈം t. ഇനിഷ്യൽ വെലോസിറ്റി ഇല്ലെങ്കിൽ ആൻസർ ഇതാണ്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. എങ്ങോട്ട് വേണോ വരാം, ഇങ്ങനെ വരാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഗ്രാഫ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് അവന്റെ വെലോസിറ്റി, അപ്പൊ ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഇനിഷ്യലി അറ്റ് ടൈം t is equal to 0 അവന്റെ വെലോസിറ്റി u, ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് അവന്റെ വെലോസിറ്റി v ആയിട്ട് മാറും. ഇതാണ് തീറ്റ. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡിയുടെ s is equal to ut plus half at square. u0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം s is equal to half at square. Half is a constant, a is a constant, therefore s is directly proportional to t square. a directly proportional to b square ആണെങ്കിൽ ഗ്രാഫ് ഈസ് പാരബോളിക്. അപ്പോൾ ഒരു യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡിയുടെ 3 ഗ്രാഫുകളുണ്ട്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ parallel to time axis. Velocity time graph is a straight line which is slanting, and the position time graph is parabolic. ഇനിയാണ് ഇവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ആൾറെഡി അറിയാം. വെലോസിറ്റി ടൈം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിന് കീഴിലുള്ള ഏരിയ എടുത്താലും ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് കിട്ടണം. നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവന്റെ സ്ലോപ്പ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. ഇതെന്ന് പറയുന്നത് v മൈനസ് യു ഡിവൈഡഡ് ബൈ ദിസ് എന്ന് പറയുന്ന t. വാട്ട് ഈസ് v മൈനസ് യു ബൈ t? ആക്സലറേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആകപ്പാടെ പ്രശ്നമായി. ഇനി അവിടെ തീർന്നില്ല. അതാ ഇവിടെ എടുക്കുമ്പോൾ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ്? at എന്ന് പറയുന്നത് v മൈനസ് യു, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇവിടെ ഒന്ന് പറഞ്ഞു, ഇവിടെ വേറൊന്ന് പറഞ്ഞു, ഇവിടെ കുറേയൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ കൺഫ്യൂഷൻസ് ആയി. അത് ഞാൻ ആ കൺഫ്യൂഷൻ തീർത്തു തരാം. ഇപ്പോൾ പറഞ്ഞ് ഇതൊക്കെ ഞാൻ അങ്ങ് കളയുന്നു. ഇതൊന്നും നിങ്ങൾ തൽക്കാലം പഠിക്കണ്ട. അത് ഞാൻ പിന്നീട് നിങ്ങളെ പഠിപ്പിച്ചോളാം. നിങ്ങൾ തൽക്കാലം ഈ ഗ്രാഫുകൾ ഇത്രയും എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. എനിക്കത് മാത്രം മതി. ബാക്കിയെല്ലാം നിങ്ങൾ മറന്നേക്കൂ. ഈ ഗ്രാഫിന്റെ ഷേപ്പുകൾ പഠിച്ചു വയ്ക്കൂ. മറ്റേത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ യൂണിഫോം മോഷൻ നടത്തുന്ന ബോഡിയുടെ 2 ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്. ഏരിയ സ്ലോപ്പ് ഒന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കണ്ട, വിട്ട് കളഞ്ഞേക്കും. ഇനി അടുത്തത് യൂണിഫോം ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡിക്ക് 3 ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഈ 3 ഗ്രാഫുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്ലോപ്പ്, ഏരിയ, അതൊക്കെ നിങ്ങൾ മറന്നേക്കൂ. അതെല്ലാം നിങ്ങൾ മറന്നേക്കൂ. ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. ഗ്രാഫുകളുടെ ഷേപ്പ് പഠിച്ചു വയ്ക്കുക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഗ്രാഫിന്റെ ഷേപ്പ് മറന്നു പോകരുത്.
when a particle is moving, start with velocity u and uniformly accelerated, corresponding velocity time graph is represented by this graph. മറന്നു പോകരുത്, അത് മറക്കരുത്. ഇനി ഏരിയ എന്താണ്, സ്ലോപ്പ് എന്താണ്, ആരുടെ ഏരിയ എന്താണ്, ആരുടെ സ്ലോപ്പ് എന്താണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ഗ്രാഫുകൾ നിങ്ങൾ പഠിക്കണം, പഠിച്ച് മര്യാദയ്ക്ക് വയ്ക്കണം. വെച്ചതിന് ശേഷം ഞാൻ ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സ്ലോപ്പ്, ഏരിയ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം, എഴുതിയെടുക്കുകയും ചെയ്യണം. നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഇതിനകത്ത് ആദ്യമേ നമ്മൾ പഠിച്ചത് പൊസിഷനാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, അതിനെ എക്സ് ടി ഗ്രാഫ് എന്ന് പറയും. പൊസിഷൻ പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പഠിച്ചത് വെലോസിറ്റി ടൈം. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് പഠിച്ചത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്. പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ. ഓർമ്മയുണ്ടല്ലോ? ഓർക്കുക, ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ കിട്ടും. എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ആക്സലറേഷൻ. സിമ്പിൾ. എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ. അപ്പൊ സാറേ കുറെ ഏരിയ ഒക്കെ പറഞ്ഞിരുന്നല്ലോ, അത് പറയാം, അത് പിന്നെ പറയാം. അപ്പൊ എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ. എ ടി ഗ്രാഫിന്റെ ഏരിയ ഇവൻ, ഏരിയ എടുത്താൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. വി ടി ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ, എല്ലാം ക്ലിയർ ആയി. എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി, ഇതിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ, ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ പൊസിഷൻ. സിമ്പിൾ, ഡിസ്പ്ലേസ്മെന്റ്. നമുക്കതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇവന്റെ സ്ലോപ്പ്, ആക്സലറേഷൻ. വി ടി ഗ്രാഫിന്റെ ഏരിയ, ഇതിന്റെ സ്ലോപ്പും ആക്സലറേഷനും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും എപ്പോഴും ഓർത്തോണം. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. ഇതിൽ നിന്നാണ് നമുക്ക് ഗ്രാഫിക്കലി ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ ഇത്രയും കഴിഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇതിന്റെ കൂട്ടത്തിൽ, ഇതോടൊപ്പം. അപ്പൊ എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ് നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ല, വെലോസിറ്റി. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷൻ. ഇങ്ങോട്ടേക്കാണ്, ആരോ ഇങ്ങോട്ടേക്കാണെന്ന് ഓർത്തോണം. ഇനി എ ടി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി. വി ടി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ. ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? പൊസിഷൻ ആയിട്ടുള്ള എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. അതാണല്ലോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ വെലോസിറ്റി, ഡി വി ബൈ ഡി ടി ഈക്വൽ ആക്സിലറേഷൻ. വെലോസിറ്റി പിന്നെ ഡിഫറൻഷിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ കിട്ടും, അതായത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് എടുക്കുക എന്ന് പറയുന്നതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സ്ലോപ്പ് എടുക്കുക എന്ന് പറയുന്നതാണ് ഡിഫറൻഷിയേറ്റ്, ഏരിയ എടുക്കുക എന്ന് പറയുന്നതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊന്നും നിങ്ങൾ അവിടെ എഴുതിയിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണം. ഇതെപ്പോഴും മനസ്സിൽ വേണം താനും. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി, വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ, ആക്സലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിക്കലി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് അതാണ്, ഡിറൈവ് ദ ഇക്വേഷൻസ് ഗ്രാഫിക്കലി. ഗ്രാഫിക്കലി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഗ്രാഫിക്കലി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം.
അതിന് നമ്മൾ പറയുന്നത് പഴയ കണ്ടീഷൻസ് കൺസിഡർ എ പാർട്ടിക്കിൾ ആദ്യമേ പഠിച്ചത് കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി u ആഫ്റ്റർ എ ടൈം t seconds ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി v. ഡ്യൂറിംഗ് ദിസ് ടൈം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു s. അതെല്ലാം പറയാം. എന്നിട്ട് കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. കറസ്പോണ്ടിങ് വെലോസിറ്റി നന്നായിട്ട് വരയ്ക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്നിട്ട് ഞാൻ നേരത്തെ പറയുന്നു അത് ഗ്രാഫ് നന്നായിട്ട് പഠിച്ചു വെക്കാൻ പറയുന്നു. ഇതാണ് കറസ്പോണ്ടിങ് t 0 ആയിരിക്കുന്ന സമയത്ത് അവന്റെ വെലോസിറ്റി u. ആഫ്റ്റർ എ ടൈം t seconds അവന്റെ വെലോസിറ്റി v ആയിട്ട് മാറി. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ ഇട്ട് വെക്കുക. ഇതാണ് തീറ്റ സ്ലോപ്പ്. ഓക്കെ, ഇനി ഒന്നുമില്ല. ഇപ്പൊ കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. Initially its velocity is u, after a time t seconds its velocity is v. t സമയം കഴിഞ്ഞപ്പോൾ അവന്റെ വെലോസിറ്റി v ആയിട്ട് മാറി. The corresponding velocity time graph is as shown in the figure. എന്നിട്ട് നമ്മൾ പറയാണ് ഓരോന്നായിട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് v is equal to u plus at നമുക്ക് ഡിറൈവ് ചെയ്യണം. ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യണം. ഉടനെ നമ്മൾ എഴുതും we know that. അറിഞ്ഞൂടാങ്കിലും നമ്മൾ പറയുന്നത് we know that. Slope of velocity time graph is equal to acceleration. That is a is equal to slope. Slope is equal to tan theta. Here tan theta is equal to this divided by this. This എന്ന് പറയുന്നത് v minus u. That is equal to v minus u divided by t. That is a is equal to v minus u by t. At is equal to v minus u. Or v is equal to u plus at. ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്തു. പക്ഷെ അതിന് എന്തറിയണം? ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണെന്ന് അറിയണം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. s is equal to ut plus half at square. s is equal to ut plus half at square. നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ ഈ ഗ്രാഫിന്റെ കീഴിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇതും എടുക്കണം. ടോട്ടൽ ഏരിയ, ഇതിന് കീഴിൽ വരുന്ന ടോട്ടൽ ഏരിയ, താഴോട്ടങ്ങ് പോരുത്, എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ. ദാറ്റ് ഈസ് s is equal to ഏരിയ ഓഫ് ഫസ്റ്റ് പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ്. ആദ്യത്തെ റെക്ടാംഗിൾ ആയതുകൊണ്ട് അതിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് ഇൻറ്റു ഇതിന്റെ ഇതെന്താണ്? ഹാഫ് ബി എച്ച്. ട്രയാങ്കിൾ അല്ലെ? ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. ഹാഫ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ടി, എച്ച് എന്ന് പറയുന്നത് ഇത്രയും, ഇതെന്ന് പറയുന്നത് വി മൈനസ് യു. ഹാഫ് ബി എച്ച്. ട്രയാങ്കിളിന്റെ ഏരിയ നിങ്ങൾ പഠിച്ചു വയ്ക്കണേ. ഇത് ബിയും ഇത് എച്ചും ആണെന്നുണ്ടെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ഹാഫ് ബി എച്ച്. അതാണ് ഇവിടെ എടുത്തത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വാട്ട് ഈസ് വി മൈനസ് യു. വി മൈനസ് യു ഈസ് ഈക്വൽ ടു at. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ദിസ് ഈസ് ദ ആൻസർ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്തു. നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ച സാധനമാണിത്. ഒന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഏതാണ് മൂന്നാമത്തെ ഇക്വേഷൻ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിന് വീണ്ടും പഴയ കാര്യം നമ്മൾ പറയുന്നു. s ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ under the velocity time graph is equal to displacement. That is s is equal to അവിടെ എഴുതിയത് അതുപോലെ എഴുതുക ut പ്ലസ് ഏരിയ ഓഫ് ഫസ്റ്റ് പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു. ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ut പ്ലസ് ഹാഫ് വി ടി മൈനസ് ഹാഫ് ut.
യു ടിയിൽ നിന്നും ഹാഫ് യു ടി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഹാഫ് യു ടി. ശ്രദ്ധിച്ചോണേ, ഹാഫ് യു ടി പ്ലസ് ഹാഫ് വി ടി. കാരണം യു ടി മൈനസ് ഹാഫ് യു ടി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ. അതിനകത്ത് ഹാഫ് ടിയെ നമ്മൾ പുറത്തെടുത്ത് ഹാഫ് ടി ഇൻറ്റു വി പ്ലസ് യു. ഹാഫ് ടി ഇൻറ്റു വി പ്ലസ് യു. പക്ഷെ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അതിനകത്ത് ടിയുടെ വാല്യൂ എടുക്കുക. ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. ഇതിനെ എടുത്ത് ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then answer is equal to half into v minus u divided by a into v plus u is equal to s. 2നെയും എനെയും ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 2as is equal to a plus b into a minus b is equal to v square minus u square or v square is equal to u square plus 2as. This is the answer. അല്ലാതെ ഇതിന്റെ ടോട്ടൽ ഏരിയ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. ഇത് ചെയ്യുക. മനസ്സിലായാലും. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. ആ വരച്ച വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമ്മൾ എന്തെടുത്തു? ആ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമ്മൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ, ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് എല്ലാ ഇക്വേഷനും. ഇതിനകത്ത് എന്തെങ്കിലും സംശയം? ഇവിടെ സംശയം വരാൻ ചാൻസ് ഇതാണ്. യു ടി മൈനസ് ഹാഫ് യു ടി ഹാഫ് യു ടി. അതാണ് ഇവിടെ എഴുതിയത്. അതിനകത്ത് ഹാഫ് ടിയെ പുറത്തെടുത്തു, വി പ്ലസ് യു. എന്നിട്ട് ആ ഇക്വേഷൻ അന്ന് ടിയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടി. സിമ്പിളായിട്ട് നമ്മൾ തീർത്തു. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ നിങ്ങളുടെ എക്സാമിനേഷന് ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിറൈവ് ചെയ്യാം. പക്ഷെ ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് വരച്ച് തന്നെ ഇതെല്ലാം എഴുതണം. ഇവിടെ ഞാനത് താഴോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതങ്ങ് താഴെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ ഗ്രാഫിക്കലി തന്നെ ഡിറൈവ് ചെയ്യണം, അല്ലാതെ മറ്റേത് എഴുതി വയ്ക്കുക. അപ്പം നോക്കണം ഗ്രാഫിക്കലി ആണോ എന്ന് നോക്കണം. ഒന്നും മിണ്ടാതെ ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ ഏകദേശം തീർന്നു. ഇനി ഇതിനകത്തുള്ള കുറച്ച് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഗ്രാഫുകൾ കൂടി ഞാൻ പറയുന്നു. 1-2 ഗ്രാഫുകൾ കൂടി നമുക്ക് പറഞ്ഞു നിർത്താം. ഒന്ന്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് or acceleration time graph when a body projected vertically upward. ഒരു ബോഡിയെ നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഈ ബോഡി മുകളിൽ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് രണ്ടെണ്ണവും. എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ സർട്ടൻ വെലോസിറ്റി. Draw the corresponding velocity time graph, speed time graph and acceleration time graph. ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇയാൾ മുകളിലേക്ക് പോകുന്ന ടൈമാണ് ഇവിടം വരെ, തിരിച്ചു വരുന്നത് ഇവിടം വരെ. ഇതാണ് ടൈം. അപ്പം മുകളിലേക്ക് പോകുന്ന ടൈമും താഴേക്ക് വരുന്ന ടൈമും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെലോസിറ്റിയാണ്. ശ്രദ്ധിച്ചോണേ, വെലോസിറ്റി ഇവിടെ ടൈം. എറിയുന്ന സമയത്ത് അവനൊരു വെലോസിറ്റി ഉണ്ട്. എറിയുന്ന സമയത്ത് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു 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 സീറോ. ഇനി താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? കൂടി 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 പോകുമെന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് വരുന്ന വെലോസിറ്റി നെഗറ്റീവ്. അതിന്റെ അർത്ഥം അത് നെഗറ്റീവിലേക്ക് കൂടി 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 ഇവിടെ എത്തും. എറിഞ്ഞ അതേ വെലോസിറ്റി ഇവിടെ വിയോട് കൂടിയാണ് എറിഞ്ഞതെങ്കിൽ ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ വെലോസിറ്റി -v ആയിരിക്കണം. ഇതാണ് കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് ടൈം ഗ്രാഫാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സ്പീഡ് ടൈം ഗ്രാഫിന് നെഗറ്റീവ് ഇല്ല, എപ്പോഴും പോസിറ്റീവ്. അതുകൊണ്ട് അവന്റെ സ്പീഡ് കുറഞ്ഞു 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 സീറോ ആവും, പിന്നീട് കൂടി 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 മാക്സിമം ആവും.
ഇത് കറസ്പോണ്ടിങ് സ്പീഡ് ടൈം ഗ്രാഫ്. കാരണം സ്പീഡിന് നെഗറ്റീവ് ഇല്ല. സ്പീഡ് ടൈം. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എന്തുകൂടി വേണം? ആക്സലറേഷൻ ടൈം ഗ്രാഫ് കൂടി വേണം. ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളുക, ആദ്യത്തെ പകുതി ടൈം, പിന്നീട് ബാക്കി പകുതി ടൈം. ആദ്യമേ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അതായത് മുകളിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നത് വരെ ആക്സലറേഷൻ -g ആണ്. ഇവിടെ എത്തുന്ന കഴിഞ്ഞാൽ ഉടനെ അത് പിന്നീട് താഴേക്കാവും +g ആവും. അപ്പൊ എത്തുന്ന അതേ സമയത്ത് തന്നെ ഇവന്റെ ആക്സലറേഷൻ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. മുകളിലേക്ക് പോകുന്നത് വരെ, മുകളിൽ എത്തിച്ചേരുന്നത് വരെ ആക്സലറേഷൻ നെഗറ്റീവ്, 0 മുതൽ t വരെ. മുകളിൽ എത്തിച്ചേരുന്ന താഴോട്ട് വരുമ്പോഴാണ് ആക്സലറേഷൻ പോസിറ്റീവ്. ഇതാണ് കറസ്പോണ്ടിങ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഇത് +g പഠിച്ചു വയ്ക്കണം. ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്, കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്, ആക്സലറേഷൻ. ഇനി അടുത്തൊരെണ്ണമുണ്ട്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ബോഡിയെ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ഗ്രൗണ്ടിൽ വന്ന് ഇടിച്ചതിന് ശേഷം അവൻ റീബൗണ്ട് ചെയ്ത് പഴയ സ്ഥലത്ത് വരെ എത്തിച്ചേരുന്നു എന്ന് വിചാരിക്കുക. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ സർട്ടൻ ഹൈറ്റ്, ബോഡി ഹിറ്റ് ദ ഗ്രൗണ്ട് ആൻഡ് റിട്ടേൺസ് ടു ദ ഒറിജിനൽ കണ്ടീഷൻ. അവന്റെ ഗ്രാഫ് എന്തായിരിക്കും? ഏത് ഗ്രാഫ്? വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ. ശ്രദ്ധിക്കുക, അവിടെയും നമുക്ക് 3 ഗ്രാഫുകൾ വരയ്ക്കാം. പകുതി ടൈം, ബാക്കി പകുതി ടൈം. ആദ്യത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ്, രണ്ടാമത്തത് സ്പീഡ് ടൈം ഗ്രാഫ്, മൂന്നാമത്തത് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. എല്ലാം മനസ്സിലായിക്കണം നല്ലവണ്ണം. ഇത് സ്പീഡ്, ഇത് വെലോസിറ്റി. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി വെലോസിറ്റി 0. ആ വെലോസിറ്റി കൂടി 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 മാക്സിമം ആവും. അപ്പൊ കൂടി 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 വെലോസിറ്റി v ആയി. ഇടിക്കുന്ന അതേ സമയത്ത് തന്നെ വെലോസിറ്റി തിരിഞ്ഞ് -v ആവും. എന്നാലല്ലേ തിരിച്ച് അവിടം വരെ ചെല്ലാൻ പറ്റൂ. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ തന്നെ വെലോസിറ്റി -v ആവും. പിന്നീട് ആ -v എന്ന് പറയുന്ന വെലോസിറ്റി കുറഞ്ഞു 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 കുറഞ്ഞ് 0 ആവും. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഗ്രാഫ്. ഇനിഷ്യലി വെലോസിറ്റി 0, താഴെ വന്ന് ഇടിക്കുന്ന സമയത്ത് അവന്റെ വെലോസിറ്റി മാക്സിമം. ആ സമയത്ത് തന്നെ ആ വെലോസിറ്റി നേരെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് കുറഞ്ഞു കുറഞ്ഞ് 0 ആവും. എന്നാൽ കറസ്പോണ്ടിങ് സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അങ്ങനെയല്ല വരുന്നത്. സ്പീഡ് കൂടി കൂടി മാക്സിമം ആവും, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് 0 ആവും. സ്പീഡ് നെഗറ്റീവ് ഇല്ല. ആക്സലറേഷൻ ആകുമ്പോഴോ താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ ആദ്യമേ പോസിറ്റീവും, ഇടിച്ചു കഴിഞ്ഞ് തിരിച്ച് മേലോട്ട് പോകുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവുമാവും. നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇത് -g, ഇത് +g. ഇത്രയും ഗ്രാഫുകൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് നോക്കിക്കേ, നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ഒരു 2 ഗ്രാഫ് കൂടെ പറഞ്ഞങ്ങ് നിർത്തും. അപ്പൊ ഇത് ബോഡിയെ മുകളിലേക്ക് എറിഞ്ഞു, താഴേക്ക് വന്നു, താഴേക്ക് എറിഞ്ഞു, മുകളിലേക്ക് പോയി. ഇനി നമ്മൾ പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പുകൾ വന്നാൽ എന്തായിരിക്കും? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പുകൾ വന്നാൽ എന്ത് വരും? ഞാൻ ഇവിടെ പൊസിഷൻ എടുക്കുന്നു, പൊസിഷൻ, ഇവിടെ ടൈം എടുക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്, v കോൺസ്റ്റന്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് അതിന്റെ അർത്ഥം. വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ഇൻക്രീസിങ്, വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
വെലോസിറ്റി ഡിക്രീസിങ്. പഠിച്ചു വയ്ക്കണം. പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഗ്രാഫ് ഇങ്ങനെ വരിക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വളഞ്ഞു വരികയാണെങ്കിൽ ഇതിന്റെ അർത്ഥം വി ഡിക്രീസിങ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇതെല്ലാം 4 ഗ്രാഫും കൂടെ ഒന്നിച്ചു വരുന്നു എന്നുള്ളതല്ല, 4 ഗ്രാഫാണ്. ഇതൊരു ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. ഇതിന് പകരം ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വെലോസിറ്റി നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ് എന്നാണ്. ഞാൻ അതിന് പകരമാണ് എല്ലാം കൂടെ ഒന്നിച്ച് അവിടെ വരച്ചു എന്ന് മാത്രം. ഇതേപോലെ തന്നെ ഒരു ഗ്രാഫ് നമുക്ക് ഇനിയും വരാം. ഇവിടെ വരയ്ക്കണേ. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഇതുപോലെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരികയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ആക്സലറേഷൻ പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇങ്ങനെ ഗ്രാഫ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ആക്സലറേഷൻ ഇൻക്രീസിങ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ആക്സലറേഷൻ ഡിക്രീസിങ്. ഇവിടെ വെലോസിറ്റി ഇൻക്രീസിങ് എന്ന് ഇങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ വെലോസിറ്റി ഡിക്രീസിങ്, ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്, ഇവിടെ വെലോസിറ്റി നെഗറ്റീവ് കോൺസ്റ്റന്റ്. ഇങ്ങനെ വരികയാണെങ്കിൽ അർത്ഥം ആക്സലറേഷൻ നെഗറ്റീവ് കോൺസ്റ്റന്റ്. ഇതാണ് അതിന്റെ അർത്ഥം. സ്ലോപ്പുകളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സ്ലോപ്പുകളൊക്കെ പറയാൻ കൂടുതലുണ്ട്, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. തൽക്കാലം ഇത് പറ്റിയാണെന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ 1 ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്യണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രോബ്ലംസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചാണെന്നെങ്കിൽ ദഹിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 3rd വീഡിയോ, ഇനി 4th വീഡിയോ കൊണ്ട് നമുക്കിത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് നിർത്താം. ഓക്കെ.